എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ പി രാജീവ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി രാജീവിന്റെ പേര് അംഗീകരിച്ചു. ഇടുക്കിയിൽ ജോയിസ് ജോർജ് ഇടത് സ്ഥാനാർത്ഥിയാകും. ഇന്നസെന്റിനെ വീണ്ടും മത്സരിപ്പിക്കുന്നതിനെതിരെ സിപിഎം ചാലക്കുടി പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയിൽ വിമർശനം. ഇന്നസെന്റ് വിജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥിയാണെന്ന് മണ്ഡലം കമ്മിറ്റി. വടകരയിൽ പി ജയരാജൻ സ്ഥാനാർത്ഥിയാകും. കോഴിക്കോട് എ പ്രദീപ് കുമാറും ആലപ്പുഴയിൽ എ ആരിഫും പത്തനംതിട്ടയിൽ വീണ ജോർജും മത്സരിക്കും. കോട്ടയത്തെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയിൽ തീരുമാനമായില്ല. തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് വിട്ടു. കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയിൽ കെ പി സതീഷ് ചന്ദ്രനെതിരെയും വിയോജിപ്പുയർന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി വി അരുൺ, കൊച്ചിയിൽ നിന്ന് സി എൻ പ്രകാശ്, വടകരയിൽ നിന്ന് അശ്വിൻ വല്ലത്ത് എന്നിവർ ചേരുന്നു. ആദ്യം പ്രകാശിലേക്ക്. പ്രകാശ്, ഇന്നസെന്റിനെ വീണ്ടും മത്സരിപ്പിക്കുന്നതിനെതിരെയാണ് പ്രധാനമായും അവിടെ വിമർശനം ഉയർന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് എം പിക്കെതിരെ ഉള്ള ആരോപണങ്ങൾ? ഇതിലൊരു പുനർവിചിന്തനത്തിന് വഴിയൊരുങ്ങുമോ? രേണുക, അങ്കമാലി CPIMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് ഇന്ന് രാവിലെ 10 മണിക്ക് ചാലക്കുടി CPIM പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ചേർന്നത്. അതായത് പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പാർട്ടി ഏരിയ സെക്രട്ടറിമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് പാർട്ടി പാർലമെന്ററി കമ്മിറ്റി. ഈ കമ്മിറ്റിയിലാണ്, ചാലക്കുടി മണ്ഡലത്തിലെ ഈ കമ്മിറ്റിയിലാണ് വളരെ രൂക്ഷമായ വിമർശനം ഇന്നസെന്റിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. ഇന്നസെന്റിനെ സ്ഥാനാർത്ഥിയാക്കാൻ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശമാണ് കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ബേബി ജോണും പി രാജീവ് അടക്കമുള്ളവർ അവതരിപ്പിച്ചത്. ആ പേരിൽ പി രാജീവ് അവതരിപ്പിച്ചു. ഇന്നസെന്റ് സ്ഥാനാർത്ഥിയായാൽ വിജയസാധ്യത തീരെ കുറവാണ് എന്ന് പാർലമെന്റ് കമ്മിറ്റിയിൽ പങ്കെടുത്ത 3 അംഗങ്ങൾ ഒഴികെ ബാക്കി എല്ലാ അംഗങ്ങളും അത്തരത്തിലുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് ഇനി തീരുമാനമെടുക്കുക. നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാകും. അതിനുശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമുണ്ടാകുക. നമുക്കറിയാൻ കഴിയുന്നത് ചാലക്കുടിയിൽ ഇന്നസെന്റിനെ തന്നെ മത്സരിപ്പിക്കാൻ തന്നെയാണ് CPIMന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ വിമർശനത്തെയും എതിർപ്പിനെയും മറികടന്ന് ഇന്നസെന്റിനെ മത്സരിപ്പിക്കാൻ തന്നെയാണ് CPIM സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നത്. നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ കാര്യം വിശദമായി ചർച്ച ചെയ്യും. അങ്ങനെ ഇന്നസെന്റിനെ മാറ്റി നിർത്തുകയാണ് എങ്കിൽ പെരുമ്പാവൂർ മുൻ MLA കൂടിയായ സാജു പോളിന്റെ പേരാണ് പിന്നെ പരിഗണനയിലുള്ള മറ്റൊരു പേർ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും തുടർന്ന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയിലുമാണ് ഉണ്ടാവുക. ഉച്ചയ്ക്ക് ശേഷമാണ് എറണാകുളം പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ യോഗം ചേർന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഇവിടെ പി രാജീവിന്റെ പേര് മാത്രമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചത്. ഐകകണ്ഠേന ആ പേര് അംഗീകരിക്കുകയായിരുന്നു. നമുക്കറിയാം, ദീർഘകാലം CPIMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയും മുൻ രാജ്യസഭാ അംഗവുമാണ് പി രാജീവ്. പി രാജീവിന് മണ്ഡലത്തിലുള്ള സ്വാധീനം, ഒപ്പം തന്നെ പാർട്ടിക്കിടയിലുള്ള സ്വാധീനം, പാർട്ടി പ്രവർത്തകർക്കിടയിലുള്ള ബന്ധങ്ങൾ, ഒപ്പം ഇടത്തട്ടുകാരായും ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് എറണാകുളത്ത് വിജയസാധ്യതയുള്ള CPIMന്റെ സ്ഥാനാർത്ഥി പി രാജീവാണ് എന്ന ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഏതായാലും വളരെ ശക്തമായ ഒരു മത്സരം KV തോമസിനെതിരെ കാഴ്ചവെക്കാൻ പി രാജീവിന് കഴിയും എന്ന വിശ്വാസവും പാർട്ടിക്കുണ്ട്. ആലപ്പുഴയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ച AM ആരിഫ് MLAയുടെ പേര് അവിടുത്തെ മണ്ഡലം കമ്മിറ്റി അംഗീകരിക്കുകയായിരുന്നു. കോട്ടയത്ത് സിന്ധു മോളിനെതിരെ ശക്തമായ എതിർപ്പാണ് പാർലമെന്റ് കമ്മിറ്റിയിൽ ഉയർന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടറിയായ VN വാസവൻ മത്സരിക്കണമെന്ന ആവശ്യമാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംരക്ഷണത്തിലേക്ക്. അദാനിക്ക് കൈമാറുന്നതിന്റെ പിന്നിൽ കിട്ടുന്നില്ലേ? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അദാനിക്ക് കൈമാറുന്നതിന്റെ പിന്നിൽ വമ്പിച്ച കൊള്ളയും കുംഭകോണവും നടന്നിട്ടുണ്ട്. അദാനിക്ക് 1 ഉറുപ്പികയുടെ പോലും മുതൽ മുടക്കില്ലാതെയാണ് 30,000 കോടി രൂപ ആസ്തിയുള്ള ഈ വിമാനത്താവളം മോദിയും അദാനിയും കൂടി തട്ടിയെടുക്കുന്നത്. ഈ വിമാനത്താവളത്തിൻ്റെ ഒരു പ്രത്യേകത, കേരളം സൗജന്യമായി കൊടുത്ത സ്ഥലത്താണ്. 635 ഏക്കർ ഭൂമിയിലാണ് ഈ വിമാനത്താവളം സ്ഥാപിച്ചത്.
തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ അശ്വിൻ വല്ലത്ത് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, വടകരയിൽ പി ജയരാജൻ മത്സരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യം. മറ്റ് തീരുമാനങ്ങൾ, പാർലമെന്റ് കമ്മിറ്റികളിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? രേണുക, അതായത് പി ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം വടകര പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി അംഗീകരിച്ചിരിക്കുന്നു. ഒറ്റക്കെട്ടായാണ് പി ജയരാജന്റെ പേര് അംഗീകരിച്ചിരിക്കുന്നത്. ഇനിയുള്ള ഒരേ ഒരു നടപടിക്രമം സംസ്ഥാന സമിതി കൂടി അത് അംഗീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശത്തോടുകൂടി ഏറ്റവും അവസാനമാണ് പി ജയരാജന്റെ പേര് വന്നത്. പ്രാഥമിക പരിഗണന പി ജയരാജന് തന്നെയായിരുന്നു. നേരത്തെ അഡ്വക്കേറ്റ് പി സതീദേവി, അതേപോലെ തന്നെ ശിവദാസൻ, അതേപോലെ മുഹമ്മദ് റിയാസ്, ഈ പേരുകളെല്ലാം തന്നെ വടകര മണ്ഡലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. CBI കുറ്റപത്രത്തിൽ പേര് വന്ന സാഹചര്യത്തിൽ പി ജയരാജൻ മത്സരിക്കില്ല എന്ന് തന്നെയായിരുന്നു അവസാനം വരെയുള്ള അനുമാനം. പക്ഷേ അതെല്ലാം തന്നെ തെറ്റിയിരിക്കുന്നു. വടകര 2 തവണ കൈവിട്ട വടകര മണ്ഡലം തിരിച്ചുപിടിക്കാൻ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ വേണം എന്ന നിഗമനമാണ് പാർട്ടിയെ പി ജയരാജനെ വടകരയിൽ മത്സരരംഗത്തിറക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും വടകരയിൽ ശക്തമായ ഒരു മത്സരം തന്നെയായിരിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. വടകരയിൽ ജയരാജനെ കൊണ്ടുവരുന്നതോടുകൂടി തന്നെ ഈ CBI കുറ്റപത്രത്തിനും അതോടൊപ്പം തന്നെ ജയരാജനെതിരായ ആരോപണങ്ങൾക്കുമുള്ള ഒരു മറുപടി തന്നെയായിരിക്കും CPM ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത് കോഴിക്കോട് മണ്ഡലമാണ്. കോഴിക്കോട് മണ്ഡലത്തിൽ നേരത്തെ ചർച്ചയായിരുന്ന മുഹമ്മദ് റിയാസിന്റെ പേര് അവസാന ഘട്ടത്തിൽ തള്ളിപ്പോയിരിക്കുന്നു. ഇപ്പോൾ പ്രദീപ് കുമാർ കോഴിക്കോട് മണ്ഡലത്തിൽ മത്സരിക്കും എന്നുള്ള നിലയ്ക്കാണ് പാർലമെന്ററി മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം. പ്രദീപ് കുമാറിന് മണ്ഡലത്തിലുള്ള ജനകീയത, നഗരത്തിലും അതേപോലെ തന്നെ നഗരത്തോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ജനകീയനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. കഴിഞ്ഞ 2 തവണയും MP ആയ MK രാഘവൻ MPയുടെ ഒരു ജനപ്രിയതയെ പ്രദീപ് കുമാറിൻ്റെ ഒരു ജനപ്രീതി കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ജനകീയനായ ഒരു MLA എന്നുള്ള നിലയ്ക്ക് പ്രദീപ് കുമാറിനെ വെച്ചുകൊണ്ട് കോഴിക്കോട് മണ്ഡലവും തിരിച്ചുപിടിക്കാമെന്നാണ് CPM കണക്കുകൂട്ടുന്നത്. ഇന്നത്തെ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളിൽ എടുത്തു പറയാനുള്ള ഒരു എതിർപ്പ് വടക്കൻ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന കാസർഗോഡ് മണ്ഡലത്തിലാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ നേരത്തെ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിരുന്ന പേരിൽ ഒരു മാറ്റം, KP സതീഷ് ചന്ദ്രനെ മത്സരിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം സെക്രട്ടേറിയറ്റ് പ്രഥമ പരിഗണനയായി വെച്ചിരുന്നു. പക്ഷേ അത് പിന്നീട് അതിൽ ഒരു വിഭാഗത്തിൻ്റെ എതിർപ്പ് വന്നിരിക്കുന്നു. MV ബാലകൃഷ്ണൻ മാസ്റ്റർ, CPMന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ മത്സരിക്കണം എന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇത് നാളെ നടക്കുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അതോടൊപ്പം അതിന് പിന്നാലെ നടക്കുന്ന CPM സംസ്ഥാന കമ്മിറ്റിയിലുമെല്ലാം തന്നെ ഈ വിഷയം ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും കാസർഗോഡ് മണ്ഡലത്തിൻ്റെ തീരുമാനമുണ്ടാവുക. ഏതായാലും കാസർഗോഡ് മണ്ഡലത്തിൽ തീരുമാനമാവാതെ പിരിഞ്ഞിരിക്കുന്നു. കണ്ണൂരിൽ ശ്രീമതി ടീച്ചർ തന്നെ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. വടകരയിൽ പി ജയരാജൻ മത്സരിക്കും. അതോടൊപ്പം കോഴിക്കോട് മണ്ഡലത്തിൽ പ്രദീപ് കുമാർ MLA മത്സരിക്കും. ഇങ്ങനെയാണ് വടക്കൻ മേഖല എന്നുള്ള ഒരു ചിത്രം. ഇതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന മണ്ഡലം വടകര തന്നെയായിരിക്കും എന്നുള്ളത് തീർച്ചയുമാണ്. രേണുക, അശ്വിൻ വല്ലത്താണ് വിവരങ്ങൾ നൽകിയത്. റഫാൽ പുനഃപരിശോധനാ ഹർജിയിൽ സുപ്രീംകോടതിയിൽ രൂക്ഷ വാദപ്രതിവാദം. രേഖകൾ മോഷ്ടിച്ച വാർത്ത നൽകിയ ലേഖകർക്കും അഭിഭാഷകനുമെതിരെ ക്രിമിനൽ കേസെടുക്കുമെന്ന് അറ്റോർണി ജനറൽ. അഴിമതി പുറത്തുകൊണ്ടുവരാൻ മോഷ്ടിച്ച രേഖകൾ പ്രസക്തമെങ്കിൽ പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി മുൻപും പറഞ്ഞിട്ടില്ലേയെന്ന് ജസ്റ്റിസ് KM ജോസഫ് ചോദിച്ചു. അറ്റോർണി ജനറൽ വസ്തുത പുറത്തുകൊണ്ടുവരുന്നവരെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് സർക്കാർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണും ആരോപിച്ചു. കേസിൽ മാർച്ച് 14 വാദം തുടരും. വിവരങ്ങളുമായി M ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, അതിരൂക്ഷമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത്? രേണുക, റഫാൽ ഇടപാടിലെ പുനഃപരിശോധനാ ഹർജികളിലാണ് വളരെ നിർണായകമായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര സർക്കാർ ഇന്ന് കോടതിയെ അറിയിച്ചിരിക്കുന്നത് റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട പ്രതിരോധ മന്ത്രാലയത്തിലെ രേഖകൾ മോഷണം പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇടപാടിന്റെ രഹസ്യ വിവരങ്ങൾ അടക്കമുള്ള രേഖകൾ മോഷണം പോയിട്ടുണ്ട്. അത് നിലവിലുള്ള ഉദ്യോഗസ്ഥരാണോ വിരമിച്ച ഉദ്യോഗസ്ഥരാണോ ചോർത്തിയതെന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട്. ആഭ്യന്തരമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും ആർക്കെതിരെയും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. സുപ്രീം കോടതിയിൽ കേസ് നൽകിയ പ്രശാന്ത് ഭൂഷണും അരുൺ ഷൂരിയും യശ്വന്ത് സിൻഹയും അടക്കമുള്ളവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെയും FIR രജിസ്റ്റർ ചെയ്യാത്തത്. ആഭ്യന്തരമായ അന്വേഷണത്തിൽ രേഖകൾ മോഷ്ടിച്ചുവെന്ന കാര്യം വ്യക്തമായിരിക്കുന്നുവെന്നാണ് അറ്റോർണി ജനറൽ പറഞ്ഞത്. ഇങ്ങനെ ഒരു വാദം അറ്റോർണി നടത്താനുള്ള കാരണം പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ്. ഈ ഹർജികളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മോഷ്ടിച്ച രേഖകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മാത്രമല്ല ദി ഹിന്ദു ദിനപത്രത്തിലും മറ്റൊരു മാധ്യമത്തിലും വന്ന ഇടപാടുമായി ബന്ധപ്പെട്ട പുതിയ റിപ്പോർട്ടുകളുടെ എല്ലാം അടിസ്ഥാനം ഈ മോഷ്ടിച്ച രേഖകളാണ്. അതുകൊണ്ട് തന്നെ ഹർജികളെല്ലാം തള്ളിക്കളയണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. എന്നാൽ
കോടതി അറ്റോർണി ജനറലിന്റെ ആവശ്യം അപ്പാടെ അംഗീകരിച്ചിട്ടില്ല. രേഖകൾ മോഷണം പോയി എങ്കിൽ കേന്ദ്ര സർക്കാർ അതിൽ എന്ത് നടപടിയെടുത്തു? ഒരു മാസത്തിലധികമായി ഈ റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങിയിട്ട് സർക്കാർ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചിരിക്കുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം രേഖാമൂലം തന്നെ നൽകാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രതിരോധ സെക്രട്ടറി ഇക്കാര്യത്തിൽ ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. അതേസമയം രേഖകൾ മോഷ്ടിച്ചു എന്നതുകൊണ്ട് അത് പരിഗണിക്കാതിരിക്കാൻ കോടതിക്ക് കഴിയില്ല എന്നാണ് ഈ മൂന്നംഗ ബെഞ്ചിലെ ജസ്റ്റിസ് KM ജോസഫും സഞ്ജയ് കിഷൻ കൌളും അറിയിച്ചിരിക്കുന്നത്. രേഖകൾ മോഷ്ടിച്ചാൽ പോലും അത് പ്രസക്തമാണെന്ന് തോന്നിയാൽ കോടതിക്ക് പരിഗണിക്കാൻ കഴിയും. ഇതിന് സുപ്രീം കോടതിയുടെ തന്നെ നേരത്തെ ഉള്ള വിധികൾ ഉണ്ടായ കാര്യവും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ബൊഫോഴ്സ് ഇടപാടിലാണ് ഇത്തരം രേഖകൾ വരുന്നതെങ്കിൽ അപ്പോഴും ഇതുപോലെ ഈ രേഖകൾ പരിശോധിക്കരുതെന്ന നിലപാടായിരിക്കുമോ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുക എന്ന ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതായത് രേഖകൾ മോഷ്ടിച്ചു, അതുകൊണ്ട് കേസ് തള്ളണമെന്ന വാദം അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല അതിൽ കൂടുതലുപരി കേന്ദ്രത്തെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. പുനഃപരിശോധന ഹർജി നൽകിയ പ്രശാന്ത് ഭൂഷണും അരുൺ ഷൂരിയും അടക്കമുള്ളവർ ഇന്ന് കോടതിയിൽ വാദിച്ചിട്ടുണ്ട്. അവരും ഈ രേഖകൾ പരിശോധിക്കണം, ഇടപാടിൽ മുഴുവനായും അഴിമതി നടന്നിട്ടുണ്ട്, CBI അന്വേഷണം വേണമെന്ന ആവശ്യം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ വാദത്തെ പ്രതിരോധിക്കാൻ അതിർത്തിയിൽ നടന്ന ആക്രമണം അടക്കമുള്ള വിഷയങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണവും ഒക്കെ അറ്റോർണി ജനറൽ കോടതിയിലേക്ക് വലിച്ചിഴച്ചു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഏതായാലും റഫാൽ പുനഃപരിശോധനാ ഹർജികളിൽ മാർച്ച് 14 തീയതി വീണ്ടും വാദം കേൾക്കാനാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ആശ്വാസകരമാകുന്ന പരാമർശങ്ങളല്ല കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. രേണുക, തീർച്ചയായും മുന്നേ മാത്രവുമല്ല മാർച്ച് 14 വീണ്ടും വാദം കേൾക്കും. പുനഃപരിശോധനാ ഹർജിയിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ തിരിച്ചടിയാവുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ പോലും കേന്ദ്ര സർക്കാരിന് ഒരുപക്ഷെ പല ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ട സാഹചര്യം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഇന്ന് കോടതി വ്യക്തമാക്കിയ മറ്റൊരു കാര്യം, പുതിയ രേഖകൾ പരിശോധിക്കില്ല. നിലവിൽ എന്താണ് കോടതിയുടെ കൈവശമുള്ളത് അത് പരിശോധിച്ചായിരിക്കും പുനഃപരിശോധനാ ഹർജിയിൽ ഉത്തരവ് ഉണ്ടാവുക എന്ന രീതിയിൽ ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിന് എത്രമാത്രം സഹായകമാകുന്നതാണ്? തീർച്ചയായും അത് വാദത്തിന്റെ തുടക്കത്തിലാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അത്തരത്തിലുള്ള ഒരു കാര്യം പ്രശാന്ത് ഭൂഷണോടും മറ്റ് പുനഃപരിശോധനാ ഹർജിക്കാരോടും പറഞ്ഞത്. പ്രശാന്ത് ഭൂഷൺ ഹിന്ദുവിന്റെ എഡിറ്റർ N റാം നൽകിയ ഒരു കത്ത് കോടതിയിൽ പുതിയ രേഖയായി സമർപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ പുനഃപരിശോധനാ ഹർജി കൂടുതൽ പ്രസക്തമാകുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. അപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരുന്നത് ഈ പുതിയ രേഖകളൊന്നും പരിഗണിക്കാൻ കഴിയില്ല, നേരത്തെയുള്ള രേഖകളിൽ മാത്രം കേന്ദ്രീകരിച്ച് വാദിക്കണമെന്ന നിർദ്ദേശം. അതിനുശേഷം അറ്റോർണി ജനറൽ വാദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ കാര്യങ്ങൾ മാറിയത്. കാരണം രേഖകൾ മോഷണം പോയിരിക്കുന്നു, മോഷണം പോയ രേഖകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുനഃപരിശോധനാ ഹർജിയിലെ കേസ് ഹർജിക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നായിരുന്നു അറ്റോർണി ജനറലിന്റെ നിലപാട്. അപ്പോഴാണ് ആ രേഖകൾ സ്വീകരിക്കാൻ കഴിയുമോ എന്നത് സംബന്ധിച്ച് വിശദമായ ചർച്ച കോടതിയിൽ നടന്നിരിക്കുന്നത്. ആ രേഖകൾ അംഗീകരിക്കണമെന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ കേസ് തീർന്നിരിക്കുന്നു, അത് കേസ് തള്ളും. മറിച്ച് ആ രേഖകൾ പരിശോധിക്കേണ്ടതില്ല എന്നാണ് പറയുന്നതെങ്കിൽ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകാമെന്നാണ് ഇന്ന് ചീഫ് ജസ്റ്റിസ് അവസാനം തന്നെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പുതിയ രേഖകൾ പരിശോധിക്കുമോ അല്ല ഈ രേഖകൾ മോഷ്ടിക്കപ്പെട്ടു എന്നതിന്റെ വിഷയത്തിലേക്ക് മാത്രമാണോ കോടതി കടക്കുക തുടങ്ങിയ കാര്യങ്ങളും അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ജസ്റ്റിസ് KM ജോസഫ് വളരെ ശക്തമായി തന്നെ ആ രേഖകൾ പ്രസക്തമാണെങ്കിൽ അത് പരിഗണിക്കാൻ കഴിയുമെന്നൊരു ഭിന്ന നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രേഖകൾ പരിശോധിച്ച് പുനഃപരിശോധനാ ഹർജിയിലെ പുതിയ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കോടതി തീരുമാനമെടുക്കുമോ മാർച്ച് 14 എന്ന് തന്നെയാണ് അറിയേണ്ടത്. അന്നേ ദിവസം 3 മണിക്കാണ് കേസ് പരിഗണിച്ചിരിക്കുന്നത്, അത് പരിഗണിക്കാനായി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ വാദമാണ് ഉണ്ടാവുക. അതിനുശേഷം ഒരുപക്ഷെ പുനഃപരിശോധിക്കണമോ വിധി എന്നത് സംബന്ധിച്ച് ഉത്തരവിനായി കേസ് മാറ്റാനും സാധ്യതയുണ്ട്. M ഉണ്ണികൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസ് എമ്മിനും കൂടുതൽ സീറ്റില്ല. ലഭിക്കുന്ന ഏക സീറ്റിൽ മത്സരിക്കുമെന്ന് PJ ജോസഫ് നിലപാട് കടുപ്പിച്ചതോടെ കേരള കോൺഗ്രസ് എമ്മിൽ പ്രതിസന്ധി രൂക്ഷമായി. 2 സീറ്റ് എന്ന നിർദ്ദേശം മുസ്ലിം ലീഗ് തത്വത്തിൽ അംഗീകരിച്ചു. 2 സീറ്റ് വേണമെന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ വാദവും 3 സീറ്റെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യവും കോൺഗ്രസ് അംഗീകരിക്കില്ല. കേരള കോൺഗ്രസുമായുള്ള അന്തിമ ഉഭയകക്ഷി ചർച്ചയിൽ കോൺഗ്രസ് മുന്നോട്ടുവെച്ച ഈ നിർദ്ദേശം അംഗീകരിക്കാനാണ് കേരള കോൺഗ്രസിലെ ധാരണ. കോട്ടയത്ത് ആര് സ്ഥാനാർത്ഥിയാകണം എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി തർക്കം. ഏക സീറ്റിൽ താൻ മത്സരിക്കുമെന്ന നിലപാടിൽ PJ ജോസഫ് ഉറച്ചു നിൽക്കുകയാണ്. പാർട്ടി സീറ്റ് നൽകിയാൽ മത്സരിക്കും, എല്ലാം ഭംഗിയായിട്ട് തീരുന്ന സ്ഥിതിയാണല്ലോ. ജോസഫ് ഇങ്ങനെ ഉറച്ചു നിൽക്കുമ്പോഴും പൊതുസമ്മതൻ എന്ന നിർദ്ദേശമാണ് മാണി ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. നാളെ ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. 3ാം സീറ്റില്ലെന്ന കോൺഗ്രസ് നിലപാട് അംഗീകരിക്കാൻ തന്നെയാണ് മുസ്ലിം ലീഗിന്റെയും തീരുമാനം. 9 ചേരുന്ന പ്രവർത്തക സമിതി യോഗത്തിന്റെ അംഗീകാരം മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. അതുവരെ ചർച്ച തുടരും. UDF ആയിട്ട് തുടർന്ന് ഒന്നുകൂടി ചർച്ച ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ജോസഫ് മത്സരിച്ചാൽ കേരള കോൺഗ്രസ് എം വീണ്ടും പിളർപ്പിലേക്ക് നീങ്ങിയേക്കും. ഇത് ഒഴിവാക്കാനുള്ള ശ്രമം മറ്റന്നാൾ നടക്കുന്ന UDF യോഗത്തിലുണ്ടാകും. ന്യൂസ് ഡെസ്ക്, News 18.
കർഷകരെടുത്ത എല്ലാ വായ്പകളുടെയും ജപ്തി നടപടികൾ ഡിസംബർ 31 വരെ നിർത്തിവെക്കുമെന്ന് ബാങ്കുകളുടെ ഉറപ്പ്. കർഷകർക്ക് മേൽ സർഫാസി നിയമം ചുമത്തില്ലെന്നും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ബാങ്ക് പ്രതിനിധികളുടെ യോഗത്തിൽ തീരുമാനമായി. കർഷക ആത്മഹത്യകളുടെ പശ്ചാത്തലത്തിൽ സർക്കാർ എടുത്ത തീരുമാനങ്ങൾക്ക് ബാങ്കേഴ്സ് സമിതിയുടെ പൂർണ്ണ അംഗീകാരം. ജപ്തി നടപടികൾ ഡിസംബർ 31 വരെ പൂർണ്ണമായും നിർത്തിവെക്കും. കർഷകർക്ക് മേൽ സർഫാസി നിയമം ഉപയോഗിക്കില്ല. കൃഷി മാത്രം ഉപജീവനമാർഗമായുള്ള കർഷകരുടെ എല്ലാത്തരം വായ്പകളും മൊറട്ടോറിയം പരിധിയിൽ ഉൾപ്പെടുത്തി. കർഷകരുടെ കടത്തിന്റെ മുകളിൽ സഹകരണ സ്ഥാപനങ്ങൾ, KSFE, അതുപോലെ തന്നെ പൊതുമേഖലാ ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകൾ അടക്കമുള്ള എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും കർഷകർക്ക് മേലുള്ള കാർഷിക ലോണുകൾക്കും കാർഷികേതര ലോണുകൾക്കും മേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജപ്തി നടപടി അടക്കമുള്ള കാര്യങ്ങൾ അടിയന്തരമായി നിർത്തിവെക്കാനാണ് ഇപ്പോൾ ഇന്ന് SLBCയിൽ മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അത് അവർ സ്വീകരിച്ചിട്ടുണ്ട്. ജപ്തി നടപടികൾ ഒഴിവായെങ്കിലും പിഴപ്പലിശ അടക്കമുള്ള അധിക ബാധ്യത കർഷകർക്ക് പ്രതിസന്ധിയാകുന്നതായി പരാതിയുണ്ട്. മുതലും പലിശയും രണ്ടായി കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളെ ഉണ്ടാകുകയുള്ളൂ എന്ന് ബാങ്കുകൾ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉറപ്പു നൽകി. ബാങ്കേഴ്സ് സമിതി സംസ്ഥാന തലത്തിലെടുത്ത തീരുമാനങ്ങൾ ജില്ലാതലത്തിൽ നടപ്പിലാക്കുകയാണ് അടുത്ത വെല്ലുവിളി. ഇതിനായി കർഷകരുടെയും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ബാങ്ക് പ്രതിനിധികളുടെയും പ്രത്യേക യോഗം ജില്ലാതലങ്ങളിൽ ചേരും. ആദ്യപടിയായി നാളെ ഇടുക്കിയിൽ ചേരുന്ന യോഗത്തിൽ കൃഷിമന്ത്രി VS സുനിൽകുമാർ പങ്കെടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി ജില്ലയിലെ കർഷക ആത്മഹത്യകൾ തടയാൻ നടപടി ആവശ്യപ്പെട്ട് കട്ടപ്പനയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉപവാസ സമരം ആരംഭിച്ചു. വായ്പകളുടെ മൊറട്ടോറിയത്തിന്റെ കാലാവധി നീട്ടിയത് കർഷകരെ കബളിപ്പിക്കാനാണ്. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കാർഷിക മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള മൊറട്ടോറിയ പ്രഖ്യാപനം വെറും തട്ടിപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. 5 ലക്ഷം രൂപ വരെയുള്ള മുഴുവൻ വായ്പകളും എഴുതി തള്ളുകയാണ് ഉടനടി ആവശ്യമുള്ള പരിഹാരം. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി കർഷക ആത്മഹത്യകളെ പറ്റി ചർച്ച ചെയ്യണം. 1, 2, 5 ലക്ഷം വരെയുള്ള കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളാൻ സർക്കാർ മുന്നോട്ട് വരുന്നത് വരെ UDFന്റെ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും. നിങ്ങൾ ചെയ്യണം. ഉപവാസ സമരം UDF കൺവീനർ ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. ഘടകകക്ഷി നേതാക്കൾ, ജനപ്രതിനിധികൾ എന്നിവർ ഉപവാസത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനിടെ ജില്ലയിൽ 8 കർഷകർ കടക്കണി മൂലം ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിലാണ് UDFന്റെ സമരം. ഇടുക്കിയിൽ നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. നോട്ടീസ് നൽകാതെ ഹർത്താൽ നടത്തിയ യൂത്ത് കോൺഗ്രസിനും കാസർഗോഡ് DCCക്കും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. നോട്ടീസ് നൽകുന്നത് അക്രമം നടത്താനുള്ള അനുമതിയല്ലെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. ഹർത്താലിനെ അംഗീകരിക്കുന്നില്ലെന്ന് കാണിച്ച് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ സത്യവാങ്മൂലം നൽകി. പെരിയ ഇരട്ടക്കൊലപാതകത്തിലെ ഹർത്താലിന്റെ പേരിൽ എടുത്ത കോടതിയലക്ഷ്യ കേസിലാണ് ഹൈക്കോടതി പരാമർശം. മുൻകൂർ നോട്ടീസ് നൽകണമെന്ന ഇടക്കാല ഉത്തരവിനെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസും UDF കാസർഗോഡ് ജില്ലാ നേതാക്കളും കോടതിയെ അറിയിച്ചു. ഇത് മതിയായ കാരണമല്ലെന്നായിരുന്നു കോടതിയുടെ മറുപടി. കേരളത്തിലെ ഹർത്താലുകൾ ബന്ദായി മാറുകയാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഡീനിനെയും UDF നേതാക്കളെയും ഒഴിവാക്കി. ഞാൻ കൺസേൺഡ് പാർട്ടിയുമല്ല. അതിനകത്ത് വിവിധ രാഷ്ട്രീയ കക്ഷികളെ പാർട്ടിയാക്കിയിട്ടുണ്ട്. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റാണ്. ഞാൻ കൺസേൺഡ് പാർട്ടിയല്ല. അതാണ് ഞാൻ ഹർത്താലിനെ അനുകൂലിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും സത്യവാങ്മൂലം സമർപ്പിച്ചു. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. വിമാനത്താവളത്തിന് തിരുവിതാംകൂർ രാജ്യം നൽകിയ 258.06 ഏക്കർ ഭൂമി നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലാണുള്ളത്. ഇത് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. 2003 കാലഘട്ടത്തിൽ 27 ഏക്കർ ഭൂമി സൌജന്യമായി ഏറ്റെടുത്ത് നൽകിയിരുന്നു. സ്വകാര്യവൽക്കരണം ഉണ്ടാവില്ലെന്നാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അന്ന് അറിയിച്ചത്. അയോധ്യ തർക്കം മധ്യസ്ഥതയിലൂടെ പരിഹരിക്കുന്നത് സംബന്ധിച്ച് ഉത്തരവിടാനൊരുങ്ങി സുപ്രീംകോടതി. മധ്യസ്ഥ സംഘത്തിൽ ആരൊക്കെ വേണമെന്ന് നിർദ്ദേശിക്കാൻ കക്ഷികൾക്ക് ഇന്ന് വൈകിട്ട് വരെ സമയം നൽകി. മധ്യസ്ഥ ചർച്ചയെ മുസ്ലിം കക്ഷികൾ അനുകൂലിച്ചപ്പോൾ ഹിന്ദു കക്ഷികളും ഉത്തർപ്രദേശ് സർക്കാരും ശക്തമായി എതിർത്തു. അയോധ്യ തർക്കം മതപരവും വൈകാരികവുമായ വിഷയമായതിനാൽ ചർച്ചയിലൂടെ മാത്രമേ പരിഹാരം കാണാനാകൂവെന്നാണ് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിലെ ഭൂരിപക്ഷ നിലപാട്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനായി കോടതി 45 മിനിറ്റോളം കക്ഷികളുടെ വാദം കേട്ടു. രാമന്റെ ജന്മസ്ഥലത്തിൽ വിട്ടുവീഴ്ച സാധ്യമല്ല. മുസ്ലിങ്ങൾ തർക്കഭൂമിക്ക് പുറത്ത് പള്ളി പണിയുക എന്നത് മാത്രമാണ് പരിഹാരമാർഗമെന്ന് രാംലല്ല അറിയിച്ചു. ഉത്തരവിന് മുമ്പ് മധ്യസ്ഥതയെപ്പറ്റി പൊതുജനങ്ങൾക്ക് അറിയിപ്പ് നൽകി ഉത്തരവിറക്കണമെന്നായിരുന്നു ഹിന്ദു മഹാസഭയുടെ ആവശ്യം. എന്നാൽ മധ്യസ്ഥതയെ അനുകൂലിച്ച മുസ്ലിം കക്ഷികൾ എല്ലാ കക്ഷികളുടെയും സമ്മതം ആവശ്യമില്ലെന്ന നിലപാടെടുത്തു.
പൊതുജനങ്ങൾക്ക് നോട്ടീസ് നൽകാൻ വിസമ്മതിച്ച കോടതി മധ്യസ്ഥ ശ്രമം സംബന്ധിച്ച് ഉത്തരവിറക്കുമെന്നറിയിച്ചു. ബാബർ ചെയ്ത കാര്യങ്ങളിൽ കോടതിക്ക് നിയന്ത്രണമില്ല. ചരിത്രത്തെ ആർക്കും റദ്ദാക്കാൻ കഴിയില്ല. തർക്കം എങ്ങനെ പരിഹരിക്കാമെന്നത് മാത്രമാണ് കോടതിയുടെ ലക്ഷ്യമെന്നും ജസ്റ്റിസ് എസ്.എ. ബോബ്ഡെ പറഞ്ഞു. എന്നാൽ മധ്യസ്ഥ ചർച്ച നല്ലതാണെന്ന് സമ്മതിച്ചെങ്കിലും അയോധ്യ കേസിൽ അതിന്റെ ഫലപ്രാപ്തിയെപ്പറ്റി അഞ്ചംഗ ബെഞ്ചിലെ ജസ്റ്റിസ് ചന്ദ്രചൂഡ് സംശയമുന്നയിച്ചു. കേസിലെ രേഖകളുടെ ആധികാരികത പരിശോധിക്കുന്നതിനായി 6 ആഴ്ചത്തെ സാവകാശമാണ് കക്ഷികൾക്ക് കോടതി നൽകിയിട്ടുള്ളത്. മധ്യസ്ഥതയ്ക്കാണ് തീരുമാനമെങ്കിൽ ഇതിനിടയിലായിരിക്കും ആ നീക്കങ്ങൾ. ചർച്ചകളിൽ പുരോഗതിയില്ലെങ്കിൽ അന്തിമവാദം നിശ്ചയിച്ചതുപോലെ തന്നെ കേൾക്കും. സുപ്രീം കോടതിയിൽ നിന്നും ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കർണാടകയിൽ 2 ചെറുമക്കൾക്കൊപ്പം മുൻ പ്രധാനമന്ത്രി എച്ച്.ഡി. ദേവഗൌഡയും മത്സരരംഗത്തേക്ക്. മൈസൂരു സീറ്റിൽ ദേവഗൌഡ മത്സരിക്കുമെന്നാണ് സൂചന. ദേവഗൌഡയുടെ സിറ്റിംഗ് സീറ്റായ ഹസനിൽ ചെറുമകൻ പ്രജ്വലാകും ഇത്തവണ മത്സരിക്കുക. മുഖ്യമന്ത്രി കുമാരസ്വാമിയുടെ മകനും ദേവഗൌഡയുടെ ചെറുമകനുമായ നിഖിൽ കുമാരസ്വാമി ജെഡിഎസ് കോട്ടയായ മാണ്ഡ്യയിലും മത്സരിക്കും. കടുത്ത തർക്കത്തെ തുടർന്ന് കോൺഗ്രസ് ജെഡിഎസ് സീറ്റ് വിഭജന ചർച്ച വഴിമുട്ടി. അനാരോഗ്യം ചൂണ്ടിക്കാട്ടി മത്സരിക്കാനില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ച ദേവഗൌഡയാണ് വീണ്ടും മത്സരത്തിനിറങ്ങുന്നത്. വിശാല പ്രതിപക്ഷ സഖ്യം അധികാരത്തിലെത്തിയാൽ പ്രധാനമന്ത്രി സ്ഥാനത്തിനായി കർണാടക സർക്കാരിന്റെ ഭാവി വെച്ച് വിലപേശാനാകുമെന്നതാണ് മത്സരിക്കാൻ ദേവഗൌഡ വീണ്ടും ഇറങ്ങാൻ കാരണം. നേരത്തെ ദേവഗൌഡ പിന്മാറിയതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റായ ഹസൻ ചെറുമകൻ പ്രജ്വലിന് നൽകിയിരുന്നു. ദേവഗൌഡയുടെ രണ്ടാമത്തെ മകൻ എച്ച്.ഡി. രേവണ്ണയുടെ മകനാണ് പ്രജ്വൽ. മുൻ നിലപാട് തിരുത്തിയ ദേവഗൌഡ മൈസൂരുവിൽ നിന്നാകും വീണ്ടും മത്സരിക്കുക. കർണാടക മുഖ്യമന്ത്രിയും ദേവഗൌഡയുടെ മൂത്ത മകനുമായ എച്ച്.ഡി. കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമിയും മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസ് വിട്ടു നൽകിയ മാണ്ഡ്യയിലാണ് നിഖിൽ കുമാരസ്വാമി മത്സരിക്കുന്നത്. മാണ്ഡ്യ മണ്ഡലം ജെഡിഎസിന് വിട്ടു നൽകിയതിൽ പ്രതിഷേധിച്ച് മുൻ കോൺഗ്രസ് എംപിയും ചലച്ചിത്ര താരവുമായിരുന്ന അംബരീഷിന്റെ വിധവ ചലച്ചിത്ര താരം സുമലത സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടെ മാണ്ഡ്യ അടക്കം ചില നീക്കുപോക്കുകൾക്ക് തയ്യാറായെങ്കിലും സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കോൺഗ്രസിനും ജെഡിഎസിനും കഴിഞ്ഞില്ല. ആകെയുള്ള 28 സീറ്റിൽ 12 സീറ്റ് വേണമെന്ന നിലപാടിൽ ജെഡിഎസ് ഉറച്ചു നിൽക്കുന്നതാണ് തർക്കത്തിനു കാരണം. ഇരു പാർട്ടികളുടെയും ദേശീയ നേതൃത്വം ചർച്ച ചെയ്ത് തർക്കം പരിഹരിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. എത്നിക് ഫാഷൻ ബ്രാൻഡഡ് വസ്ത്രങ്ങളും ആഭരണങ്ങളും കരകൗശല വസ്തുക്കളും ഇനി ബൈഹാൻഡ് ഓൺലൈൻ വഴി ഉപഭോക്താക്കളിലേക്ക്. www.byhand.in എന്ന വെബ്സൈറ്റിന്റെ പ്രകാശനം സംവിധായകൻ ജിസ് ജോയ് നിർവഹിച്ചു. സിനിമാ താരം ആശ അരവിന്ദ് ആദ്യ ഓൺലൈൻ ഓർഡർ നൽകിയതോടെ വെബ്സൈറ്റ് പ്രവർത്തനം തുടങ്ങി. എം കെ ജോർജ്, രാജേന്ദ്ര പ്രസാദ്, ഫെഡറിക് തുടങ്ങിയവർ പങ്കെടുത്തു.